പവിക്ക് അമ്മയെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ് കഴിഞ്ഞ് സിദ്ധു അവളുമായി അവളുടെ വീട്ടിലേക്ക് ചെന്നത്. വൈകുന്നേരത്തെ ചായയും കടിയും ഒക്കെ കഴിഞ്ഞ് അവിടെ കുറച്ചു നേരം ചിലവഴിച്ചു ഇരുവരും സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. സിദ്ധുവിൻ്റെ വീട്ടിലെത്തിയതും പവി വേഗം മുറിയിൽ ചെന്ന് ഫ്രഷായി ഡ്രസ്സ് മാറി വന്നു. അപ്പോഴേക്കും സിദ്ധു മുറിയിലേക്ക് വന്നു. സിദ്ധു വന്നതും അവൾ അവൻ്റെ അരികെ വന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു കൊടുക്കാൻ തുടങ്ങി. അവളുടെ പ്രവൃത്തി കണ്ടു സിദ്ധു ആകെ വണ്ടരടിച്ച് നിൽപ്പാണ്. അവൾ അവൻ്റെ ഷർട്ട് ഊരിയെടുത്തു, ലോണ്ടറി ബാസ്ക്കറ്റിലിട്ടു. എന്താണ് പവിപ്പെണ്ണിന് ആകെ ഒരു മാറ്റം? വീട്ടിൽ നിന്ന് മടങ്ങും വഴി ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്താ സംഭവം? അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അത് പിന്നെ നേരത്തെ വീട്ടിൽ വെച്ച് ഞാൻ നിന്നെ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നതേ അമ്മ കേട്ടു. എന്നെ അമ്മ വഴക്ക് പറഞ്ഞു, പിന്നെ കുറേ ഉപദേശങ്ങളും തന്നു. അവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ വിരൽ കുത്തിയിളക്കിക്കൊണ്ടവൾ പറഞ്ഞു. എന്തുപദേശം? അവളെ തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് സിദ്ധു ചോദിച്ചു. അത് പിന്നെ ഞാനേ ഉത്തമയായ ഭാര്യ ആവണമെന്ന്. എന്തോന്ന് ഉത്തമൻ്റെ ഭാര്യ ആവണമെന്നാ? ഉത്തമൻ്റെ ഭാര്യ ആവണമെന്നല്ല, ഉത്തമയായ ഭാര്യ. അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ടവൾ പറഞ്ഞു. നിന്നോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറണം. എൻ്റെ ഇഷ്ടങ്ങൾക്കും അപ്പുറം നിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും കൂടി കണക്കിലെടുക്കണം. എൻ്റെ പഴയ സ്വഭാവമൊക്കെ മാറ്റിവെച്ച് ഒരു ഭാര്യയുടെ കടമയും ഉത്തരവാദിത്വവും ഒക്കെ ചെയ്യണം. എടാ പോടാ എന്നൊന്നും വിളിക്കാൻ പാടില്ല. നിന്നോട് തർക്കുത്തരം പറയാൻ പാടില്ല എന്നൊക്കെ അതിൽ പെടും. ആഹാ കൊള്ളാലോ. അമ്മ വേറെയൊന്നും പറഞ്ഞു തന്നില്ല? അവളുടെ കവിളിലേക്ക് മുഖമിട്ടുരസിക്കൊണ്ടവൻ ചോദിച്ചു. വേറെ എന്ത് പറയാൻ? വേറെ ഒന്നും പറഞ്ഞില്ല. അവൻ്റെ പ്രവൃത്തിയിൽ അവളിൽ ഇക്കിളി കൂട്ടി. സിദ്ധു ആ മുണ്ട് കുടിങ്ങ ഊരിത്ത. അവനിൽ നിന്നും കുതറിക്കൊണ്ടവൾ പറഞ്ഞു. സിദ്ധു ചെറുതായെന്ന് പതറി. ആ മുണ്ട് ഊരിത്തന്നിരുന്നെങ്കിലേ എനിക്ക് അലക്കാൻ പോവായിരുന്നു. അപ്പോൾ നീ തല്ലുകൊള്ളിത്തൊരക്കി നിർത്തി നന്നാവാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് ആ പഴയ പവിയാണിഷ്ടം. ഒന്ന് പറയുമ്പോൾ രണ്ട് തിരിച്ച് പറയുന്ന ഭാര്യ. അപ്പോഴല്ലേ എനിക്ക് 10 പറയാൻ ഒരു ഇതുണ്ടാവുള്ളൂ. സിദ്ധു അവളിൽ നിന്നുള്ള പിടി അയച്ചു തിരിഞ്ഞു നിന്ന് ടവലെടുത്തു മുണ്ട് ഊരി മാറ്റുന്നതിനിടയിൽ പറയുന്നുണ്ട്. അതെ, മറ്റേ സാധനം ഇവിടെ? സിദ്ധു അവളുടെ കയ്യിൽ മുണ്ട് വെച്ച് കൊടുക്കുന്നതിനിടയിൽ പവി ചോദിച്ചു. എന്തോന്ന് സാധനം? അവൻ നെറ്റി ചുളിച്ചു. ഇതിനകത്ത് ഇടുന്ന സാധനമില്ലേ, അത് തന്നെ. അതുകൂടി ഊരിത്തന്നേക്ക്. നീ അത്രക്കങ്ങോട്ട് ഉത്തമയാവേണ്ടട്ടാ. അത് ഞാൻ ഇളക്കിക്കോളാം. അയ്യടാ, നിന്റെ നിപ്പും പാവം കണ്ടിട്ടേ എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ എനിക്കുള്ള പണി വല്ലതും ആണോന്ന്? സിദ്ധുവിൻ്റെ ആ പറച്ചിൽ കേട്ട് അവളുടെ മുഖം വാടി. എന്താ സിദ്ധു ഇത്? എന്നെ നന്നാവാനും സമ്മതിക്കില്ലേ? ഇല്ല, സമ്മതിക്കില്ല. ആർക്ക് വേണ്ടിയും നീ മാറണമെന്നില്ല. നീയായി നിന്നാ മതി. നീ നേരത്തെ എങ്ങനെയായിരുന്നോ അതുപോലെ മതി ഇനി അങ്ങോട്ടും. പിന്നെ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഡ്രസ്സ് അലക്കുന്നതും അല്ലാത്തതും ഒക്കെ നിൻ്റെ ഇഷ്ടം. അല്ലാതെ കൂടുതൽ നന്നായേക്കല്ലേ. എനിക്ക് ഈ തല്ലുകൊള്ളിയേ ഇഷ്ടം. അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചാണ് അവനത് പറയുന്നത്. അതെ, കുളിക്കാൻ വരുന്നോ? നമുക്ക് ഒരുമിച്ച് കുളിച്ച് ഒരു പുതുജീവിതം ആരംഭിച്ചാലോ? പാല് കുടിച്ച് പുതുജീവിതം ആരംഭിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതെന്തോന്ന്? ഇപ്പം എന്തായാലും ഞാനില്ല. അല്ല, നിന്റെ ജാടയൊക്കെ ഇപ്പം എവിടെ പോയി? 2 ദിവസം എന്തൊരു ജാടയായിരുന്നു നിനക്ക്. ദുഷ്ടൻ. എനിക്കൊരുപാട് സങ്കടമായിട്ടോ. അതുകൊണ്ടല്ലേ എനിക്കിന്ന് ചിലത് കിട്ടിയത്. അവൻ തൻ്റെ കീഴ്ച്ചുണ്ട് തഴുകിക്കൊണ്ട് പറഞ്ഞു. ഇനി അങ്ങോട്ട് കുറച്ച് ജാടയിട്ട് നിന്നാലോ എന്നാലോചിക്കുക ഞാൻ. ഇനിയും ജാട ഇറക്കിയാലേ കൊല്ലും ഞാൻ നിന്നെ. അതും പോരാഞ്ഞ് കിട്ടിയവളുമാരോട് അവൻ്റെ ഒരു കൊഞ്ചലും കുഴയലും. അത് പിന്നെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. സോറി, ഇനി ഉണ്ടാവില്ല, പോരെ? അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ നേർമയായൊന്ന് മൂളി. എന്നാ നമുക്ക് കുളിച്ചാലോ? ഞാനില്ല സിദ്ധു, നീ കുളിച്ചോ. ഇത് അലക്ക് കല്ലിൽ കൊണ്ടുപോയി അലക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അമ്മ പറഞ്ഞു ഡ്രസ്സ് അലക്ക് കല്ലിൽ അലക്കണം അത്രേ, എന്നാലേ അഴുക്ക് ശരിക്കും പോവുള്ളൂന്ന്. പിന്നെ കുളി കഴിഞ്ഞിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനുള്ളതാ. അതും അമ്മ പറഞ്ഞതാവും അല്ലേ? അവൻ്റെ ചോദ്യത്തിന് അവളൊന്ന് മൂളി. എൻ്റെ ദൈവമേ, നിൻ്റെ അമ്മ നിന്നെ മദർ തെരേസ ആക്കുന്ന എനിക്ക് തോന്നുന്നേ. അതുവഴി ഞാനിപ്പോൾ ഗാന്ധിജി ആവേണ്ടി വരുമോ എന്തോ. അതും പറഞ്ഞ് സിദ്ധു വാഷ്റൂമിലേക്ക് പോയതും പവി തുണിയൊക്കെ എടുത്ത് താഴേക്ക് നടന്നു. 2 ദിവസത്തെ വേറെയും തുണികളൊക്കെ ഉണ്ടായിരുന്നു. തുണിയൊക്കെ അലക്കി കഴിയാൻ നേരത്താണ് സിദ്ധു അങ്ങോട്ട് വരുന്നത്. അവനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി തുടർന്നു. പവി അലക്കിയ തുണിയൊക്കെ ബക്കറ്റിലാക്കി ടാപ്പ് തുറന്നു വിട്ട് ഓരോ തുണിയായി
പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതിനിടയിലാണ് അവൻ്റെ നോട്ടം ശരിയില്ലല്ലോ എന്നവൾ ചിന്തിക്കുന്നത്. അവൾ തൻ്റെ ശരീരത്തിലേക്കൊന്ന് നോക്കി. ഡ്രസ്സിൻ്റെ കഴുത്ത് താഴേക്ക് ഇറങ്ങി കിടക്കുന്നുണ്ട്. സിദ്ധുവിനെ കൂർപ്പിച്ചു നോക്കി അവൾ തൻ്റെ ഡ്രസ്സ് പൊക്കി വെച്ചു. കുറച്ച് വെള്ളം എടുത്ത് അവൻ്റെ മുഖത്തേക്ക് കുടഞ്ഞു. അവൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. പവി അലക്കിയ തുണി പിഴിഞ്ഞ് അയയിലിടാൻ ഒരുങ്ങവേ അവളുടെ കയ്യിൽ സിദ്ധുവിൻ്റെ പിടി വീണു. അവൾ ചോദ്യഭാവത്തിൽ സിദ്ധുവിനെ നോക്കി. നീ പോയി കുളിച്ചോ, ഇത് ഞാൻ ചെയ്തോളാം, അവൻ പറഞ്ഞു. വേണ്ട സിദ്ധു, ഇനിയിപ്പോൾ അമ്മയെങ്ങാനും കണ്ടാ എന്ത് കരുതും? എന്ത് കരുതാൻ, ഞാൻ എൻ്റെ ഭാര്യയെ സഹായിക്കുന്നു. പവി നീ പോയി പെട്ടെന്ന് കുളിക്കാൻ നോക്ക്. ദേ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞു. ദേ വിളക്ക് വെക്കാൻ സമയമായിക്കൊണ്ട് വരിക, ചെല്ല്. അവളിൽ നിന്നും തുണി അടങ്ങിയ ബക്കറ്റ് വാങ്ങിക്കൊണ്ട് സിദ്ധു പറഞ്ഞു. അതിനിടയിൽ പവി ബക്കറ്റിൽ കയറ്റു എന്തോ തിരയുന്നുണ്ട്. അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. അത് പിന്നെ എൻ്റെ ചില സാധന സാമഗ്രികളെ ഇതിലുണ്ട്, അതൊന്ന് എടുത്തോട്ടെ, അവൾ നേരിയ ചമ്മലോടെ പറഞ്ഞു. നിന്റെ സാധന സാമഗ്രികൾ ഞാൻ അയൽ വിരിച്ച എന്തേ ഉണങ്ങില്ലേ? അവളിൽ നിന്നും ബക്കറ്റ് പിടിച്ച് വാങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു. അതല്ല സിദ്ധു, അവൾ നിന്ന് പരുങ്ങി. ഏതല്ലെന്ന്? ഇനി അങ്ങോട്ടെ നീ അതൊക്കെ ധരിച്ചിട്ടും ധരിക്കാതെ ഒക്കെയും ഞാൻ കാണേണ്ടത് തന്നെയല്ലേ? അവൻ്റെ ആ പറച്ചിലിൽ അവളിൽ നാണം നിറച്ചു. അവൻ്റെ മുഖത്ത് പോലും നോക്കാനാവാതെ അവൾ അവിടെ നിന്ന് പരുങ്ങി. പിന്നെ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടായിരുന്നു. മുറിയിൽ ചെന്നതും അവൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചു. നെഞ്ചിൽ കൈവച്ചു പോയി. മാറിയെടുക്കാൻ ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് ഓടി. പാവാടയും ബ്ലൗസും ആയിരുന്നു അവൾ ധരിച്ചത്. കുളി കഴിഞ്ഞു മുടി ഉണക്കി കുളിപ്പിന്നൽ കെട്ടി നെറുകയിൽ സിന്ദൂരം ചാർത്തി അവൾ താഴേക്ക് ചെന്നു. അപ്പോഴേക്കും തൊട്ടരികിലെ പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുന്നത് കേൾക്കായിരുന്നു. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ വിളക്ക് വെക്കുമെന്ന് അമ്മ നേരത്തെ പറഞ്ഞിരുന്നു. പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്തി വിളക്കുമായി ഉമ്മറത്തേക്ക് നടന്നു. ഇതൊക്കെ നോക്കി കാണുകയാണ് സിദ്ധു. പാവാടയും ബ്ലൗസും ധരിച്ച് നിൽക്കുന്ന പവി അവൻ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു. ഈ പെണ്ണ് എന്നെ ചീത്തയാക്കും, എന്നാലും ഇവൾക്കിതെന്താ പറ്റിയേ? അവൻ മനസ്സിൽ പറഞ്ഞു. രാത്രിയിൽ പവി ബെഡ്റൂമിനോട് ചേർന്ന് കിടക്കുന്ന ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുവാണ്. അവളുടെ ആ നിപ്പ് കണ്ടതും സിദ്ധു പിറകിലൂടെ വന്ന് അവളെ ഇറകെ പുണർന്നു. എന്താണ് ഭാര്യ, മുഖത്തൊരു വൈക്ലഭ്യം? അവളുടെ പിങ്കഴത്തിലെ മുടി വകഞ്ഞു മാറ്റി അവിടം ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവളുടെ ആ ഒന്നുമില്ലെന്ന മറുപടി അവന് തൃപ്തികരമല്ലായിരുന്നു. എന്നോട് പറയാൻ മടിയാണെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ ഞാൻ വന്നത് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയേക്കാം. അവൻ അവളിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് പറയവേ അവൾ അവന് നേരെ തിരിഞ്ഞു അവനെ ഇറകെ പുണർന്നു. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കാര്യം എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതുമില്ല. എനിക്കെന്തോ അത് വല്ലാത്ത വിഷമായി. അതോർത്തപ്പോൾ പവ അത്രയും പറഞ്ഞു നിർത്തി. പോട്ടടോ, സാരമില്ല, അമ്മയ്ക്ക് നിന്നെ പിരിഞ്ഞിരിക്കുന്നതിൽ സങ്കടം ഇല്ലാതിരിക്കില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് അമ്മയെ പോയി കാണാം, വേണേൽ ഒരു ദിവസം നിൽക്കുകയും ചെയ്യാം. അവളുടെ നെറുകയിൽ ചുണ്ടമർത്തിക്കൊണ്ട് സിദ്ധു പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം വിടർന്നു. പവി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. സിദ്ധു, ഇനി എന്നോട് പിണങ്ങോ? അതിന് ഞാൻ പിണങ്ങിയില്ലല്ലോ. നിനക്കറിയോ സിദ്ധു, നീ എന്നെ അവോയ്ഡ് ചെയ്ത ദിവസങ്ങളിൽ ഞാൻ തിരിച്ചറിയുകയായിരുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹം. വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. അത്രയ്ക്കും ഇഷ്ടമാണ് എന്നെ? അവൻ ചോദിച്ചു. ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു സിദ്ധു. ഇനി എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടാ. ഓ മൈ ഗോഡ്, നാം എന്തായി കേൾക്കണേ? അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നീ എന്നോട് ഐ ലവ് യു പറഞ്ഞു. എനിക്കിനി ചത്താലും വേണ്ടില്ല. അവൻ അവളെ എടുത്തുയർത്തി. സിദ്ധു താഴെ ഇറക്ക്. അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളെ താഴെ ഇറക്കി. ആ ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. ഏറെ നേരം ഇരുവരും പ്രണയത്തോടെ കണ്ണിലേക്ക് നോക്കി നിന്നു. അവൻ അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറാനൊരുങ്ങവേ അവൾ അവൻ്റെ ചുണ്ടിന് കുറുകെ തൻ്റെ കൈവച്ച് തടസ്സം സൃഷ്ടിച്ചു. അവളുടെ പിടക്കുന്ന മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ആ കൈയിലേക്ക് മുത്തമിട്ടു. പേടിയാ സിദ്ധു, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പേടിയാ. ഇനിയും നീ എന്നെ വേണ്ടെന്ന് പറയുമോ എന്നോർത്ത്. എല്ലാം നിൻ്റെ തമാശയായിരുന്നു, എല്ലാം വാശിപ്പുറത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞാലോ എന്നൊരു പേടി. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്നെ പിന്നെ നീ കാണില്ല സിദ്ധു. പവിയത് പറയവേ അവനവളുടെ വായയ്ക്ക് കുറുകെ തൻ്റെ കൈവച്ചു. ഒരിക്കലുമില്ല, നീ ഇല്ലാതെ എനിക്കും പറ്റില്ല പെണ്ണെ. ഐ ലവ് യു പവി. അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. അത് കേൾക്കവേ അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ അവനെ ഒന്നുകൂടെ ഇറുകെ പുണർന്നു. ഇരുവരും എത്ര നേരം അങ്ങനെ നിന്നെന്നറിയില്ല. ഇങ്ങനെ അങ്ങ് നിന്നാൽ മതിയോ, നമുക്ക് ഉറങ്ങണ്ടേ? അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് സിദ്ധു പറഞ്ഞു.
അവൾ നേർമയായി ഒന്ന് മൂളി. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം അലയടിക്കുന്നത് അവന് കാണാമായിരുന്നു. അടുത്ത നിമിഷം അവൻ അവളെയും കൈകളിലെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു. അവളെ ബെഡിൽ കിടത്തി അവളുടെ തൊട്ടരികിലായി കൈമുട്ട് ബെഡിലൂന്നി താടിക്ക് കൈയും കൊടുത്ത് അവൻ അവളെ നോക്കിയിരുന്നു. ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ കൊരുത്തു. സിദ്ധു തൻ്റെ ചൂണ്ടുവിരലിനാൽ അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് വിരലോടിച്ചു. അവളുടെ അധരങ്ങളെ തഴുകി താടിത്തുമ്പിലൂടെ ആ വിരൽ താഴേക്ക് ചലിച്ചു. ഒടുവിൽ ആ വിരൽ കഴുത്തിടുക്കിലൂടെ ഇഴഞ്ഞു നീങ്ങവേ അവൾ ആ വിരലിൽ പിടുത്തമിട്ടു. ആസക്തിയോടെ അവൻ അവളെ നോക്കി. അവളുടെ ടീഷർട്ട് വയറിൽ നിന്നും തെന്നി മാറിക്കിടപ്പുണ്ട്. അവൻ്റെ നോട്ട് അവളുടെ വയറിലെത്തി നിന്നു. അവൻ അവിടം പതിയൊന്ന് തൊട്ടു. അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു പോയി. അവൻ്റെ കയ്യാലെ ടീഷർട്ട് പിന്നെയും പൊങ്ങി തുടങ്ങി. പിന്നാൽ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ ആ മുറിയിലെ ലൈറ്റ് മെല്ലെ കയ്യെത്തിച്ചു ഓഫ് ചെയ്തു. മുറിയിൽ ഇപ്പോൾ ബെഡ് ലാമ്പിൻ്റെ നേരിയ പ്രകാശം മാത്രം. മുറിയിലെ കുഞ്ഞു വെട്ടത്തിൽ അവളുടെ കവളിലെ നാണത്തിൻ്റെ ചുവപ്പ് രാശി അവന് കാണാം. അവൻ അവളുടെ നെറ്റിയിലും ഇരു കണ്ണിലും കവളിലും മൂക്കിലും താടിത്തുമ്പിലും തുരുതുരാ ചുംബിച്ചു. പതിയെ അവൻ അവളുടെ അധരങ്ങളിലേക്ക് ചുണ്ടടിപ്പിച്ചു. അവളൊന്ന് കുറുകി 2 കൈകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ പുറത്ത് അവളുടെ നഖം മുറിവേൽപ്പിച്ചു കൊണ്ടിരുന്നു. ആസക്തിയോടെ അവൻ അവളുടെ ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞു. ഇടയ്ക്കെപ്പോഴോ ചെറുതായി കടിച്ചു വലിച്ചു. അവൻ്റെ ചുംബനം അവളിലേക്കും വ്യാപിച്ചു. അവൾ അവൻ്റെ നാവിനെയും ചുണ്ടുകളും ഉമിനീര് കൊണ്ടൊഴിഞ്ഞു. അവളിൽ അണപ്പ് അവനും കേൾക്കാമായിരുന്നു. ശ്വാസം വിലക്ക് തീർത്തപ്പോൾ ആദരങ്ങൾ വേർപെട്ടു. അവളോട് കൂടി ചേർന്ന് കിടന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. പവി അവൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ടേയിരുന്നു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവൻ്റെ കൈകൾ അവളുടെ ടീഷർട്ടിനിടയിലൂടെ അവളുടെ മാറിൽ പതിഞ്ഞു. ഇരു മാറുകളും തഴുകി തലോടി അവൻ്റെ കൈകൾ കുറുമ്പ് കാട്ടി. അവനെ തടയാനാവാതെ അവൾ അവൻ്റെ തലമുടിയിൽ അമർത്തി പിടിച്ചു. പിന്നെയും ചുണ്ടുകൾ തമ്മിൽ കൊരുത്തു. അവളുടെ മുഖത്തെ അന്നേരത്തെ ഭാവം അവനിലെ വികാരത്തെ ഉണർത്തി. പവി. ചുണ്ടുകൾ വേർപെടുത്തി അവൻ വിളിച്ചു. അവൾ ആലസ്യത്തോടെ ഒന്ന് മൂളി. അവളിലെ നേരിയ എതിർപ്പുകൾ വകവെക്കാതെ അവൻ അവളുടെ ടീഷർട്ട് ഊരി. അവൻ പെട്ടെന്ന് മുറിയിലെ ലൈറ്റിട്ടു. വെണ്ണക്കൽ ശരീരത്തിൽ കറുത്ത ഇന്നർ, അതിനിടയിൽ കൂടി അവളുടെ ക്ലീവേജ്. അവൾ നാണം കൊണ്ട് മാറിൽ കൈകൾ പിണച്ചു കെട്ടി. സിദ്ധു, ലൈറ്റ് ഓഫ് ചെയ്യ്. അവൾ ചിണുങ്ങി. അവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയാലെ അവളുടെ നാണം നോക്കി നിന്നു. അവൻ അവളുടെ വയറിൽ ഇക്കിൽ കൂട്ടിയതും അവളുടെ കൈ താനെ അയഞ്ഞു തുടങ്ങി. ഞൊടിയിടയിൽ അവൻ അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. കഴുത്തിലും മാറിടുക്കിലും അവൻ ഭ്രാന്തമായി നാവിഴച്ചു. ചുണ്ടുകൾ കടിച്ചു പിടിച്ചു അവൾ അവന് വിധേയമായി കിടന്നു. ഇന്നർ കൂടി അഴിച്ചു മാറ്റി അവളിലെ മൃദുലത നുണഞ്ഞെടുത്തു. മാറിലെ കറുത്ത മുത്തുകളെ നാവ് കൊണ്ട് തലോടി ഉണർത്തി. അവൾ പിടഞ്ഞു പൊങ്ങിപ്പോയി. ചുണ്ടുകൾ പിന്നെയും താഴെ കരിച്ചിറങ്ങി. നാവിറക്കി നാവിച്ചുഴിയുടെ ആഴം തിരയുമ്പോൾ അവൻ്റെ കൈകൾ മാറിടത്തെ പൊതിഞ്ഞിരുന്നു. അവൾ കണ്ണടച്ച് കിടന്നു. ശേഷിക്കുന്ന ഡ്രസ്സിനുള്ളിലൂടെ അവൻ്റെ വിരലുകൾ പുതുപാത തേടി തുടങ്ങവേ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. തുടയിടുക്കൽ വിരൽ പതിഞ്ഞപ്പോൾ അവൾ വെട്ടി വിയർത്തു. അവൾ അവനെ തള്ളി മാറ്റി തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി കമിഴ്ന്നു കിടന്നു. അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാൽ അവളുടെ കിടത്തം നോക്കി നിന്നു. അവളുടെ നഗ്നമായ പുറമേനിയിൽ നിന്നും മുടി വകഞ്ഞു മാറ്റി തോളിൽ മൃദുവായി ചുംബിച്ചു. സോറി, കാതോരം ചുംബിച്ചുകൊണ്ടവൻ പറയവേ അവൾ നാണം കൊണ്ട് തൻ്റെ കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചു. പവി, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക്, ഉറങ്ങണ്ടേ? ആ ലൈറ്റ് ഓഫ് ചെയ്യ്, അവൾ പറഞ്ഞു. ഇത്രയും നേരം ഞാൻ കാണാത്തതൊന്നുമല്ലല്ലോ അവിടെ ഉള്ളത്. സിദ്ധു, പോവിടുന്ന്, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നേ. അവളത് പറയവേ അവൻ കയ്യെത്തിച്ചു ലൈറ്റ് അണച്ചു. അവളെ ബലമായി തനിക്ക് നേരെ കിടത്തി തൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. ബ്ലാങ്കറ്റ് കൊണ്ട് ഇരുവരുടെയും ദേഹം പൊതിഞ്ഞു പിടിച്ചു. വൈകാതെ ഇരുവരും നിദ്രയിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് പവിക്ക് സിദ്ധുവിന് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് പോലെ തോന്നി. അവൻ്റെ മുന്നിൽ വരാതെ ഒളിച്ചു നടന്നു. ഒടുവിൽ അവൻ കയ്യോടെ പൊക്കി മുറിയിലേക്ക് കൊണ്ടുവന്നു. തൻ്റെ മുഖത്ത് നോക്കാതെ തല താഴ്ത്തി നിൽക്കുന്ന പെണ്ണിനെ കാണവേ അവന് ചിരി വന്നു. എൻ്റെ പെണ്ണെ, നിനക്കപ്പം നാണൊക്കെയും വരും അല്ലേ? അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിനിട്ട് അടിച്ചു. നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. നീ ഇന്നലെ തടഞ്ഞില്ലായിരുന്നെങ്കിലേ എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ. അവളുടെ കാതോരം സ്വകാര്യം പോലെ അവൻ പറഞ്ഞതും അവൾ ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു. ഇനി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, പഠിത്തം കഴിഞ്ഞിട്ട് മതി, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു.
എന്നാൽ പിന്നെ നീ വേറെ മുറി കിടക്കേണ്ടി വരും. സമ്മതാണോ? അവൻ ചോദിച്ചു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. എൻ്റെ പവി, ഇന്നലെ നടന്നതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല, പോരെ? ഞാൻ കൺട്രോൾ ചെയ്തോളാം. അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. അതെ, എന്നാ എനിക്ക് മുഴുവനായിട്ടും കാണാൻ പറ്റുക? കാറ്റുപോൽ അവൻ അവളുടെ കാതോരം ഒഴിഞ്ഞു. ഞാൻ വേറെ മുറി കിടന്നോളാം. അവൻ്റെ ചോദ്യം കേട്ട് അവൾ അവനിൽ നിന്നും അടർന്നു മാറാനൊരുങ്ങിക്കൊണ്ട് പറഞ്ഞു. വേണ്ട വേണ്ട, പഠിത്തം കഴിവരെ ഞാൻ കാത്തുനിന്നോളാം, പോരെ? അവളുടെ നെറുകയിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം സിദ്ധുവും പവിയും ഓമും നന്ദുവും ഒരുമിച്ച് 2 ദിവസത്തെ ട്രിപ്പിനിറങ്ങിയതാണ്. നന്ദുവിന് അവളുടെ കൂടെ പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ ഓമിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ പോയതാണ്. യാത്രയിലുടനീളം ഓം പ്രാധാന്യം കൊടുത്തത് പവിക്കായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റും പവിയുടെ ടേസ്റ്റ് അവൻ ആദ്യം നോക്കിയിരുന്നു. ഇടയിലെപ്പോഴോ അവർ നടന്നു നീങ്ങുമ്പോൾ പവി വീഴാൻ പോയതും ഓം അവളെ വീഴാതെ പിടിച്ചിരുന്നു. അത് നന്ദുവിന് തീരെ ഇഷ്ടമായില്ല. അവർ തങ്ങളുടെ യാത്ര തുടർന്നു. ഇടയ്ക്കിടെ ഓമിൻ്റെ കണ്ണുകൾ പ്രണയത്തോടെ നന്ദുവിൽ തേടിയെത്തുന്നുണ്ട്. അവളത് കണ്ടതേയില്ല. വഴിയോരത്തെ കടകളിൽ നിന്നും നന്ദു എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഓം വാങ്ങിച്ചു കൊടുത്തു. അന്നേരം ഓം പവിക്കൊരു ടെഡ്ഡി ബിയർ വാങ്ങിച്ചു കൊടുത്തു. സിദ്ധുവിൻ്റെ അനുമതിയോടെ അവളത് സ്നേഹപൂർവ്വം സ്വീകരിച്ചു. നന്ദുവിൻ്റെ കണ്ണുകൾ കൂർത്തു. ഓമിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ പവിയിലേക്ക് കരുതലോടെ നീളുന്നത് നന്ദു മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു. അന്ന് വൈകുന്നേരം അവർ സ്റ്റേ ചെയ്യുന്ന കോട്ടേജിൽ തിരിച്ചെത്തിയതും തനിക്ക് യാത്ര മടുത്തെന്നും വീട്ടിലേക്ക് പോവാമെന്നും പറഞ്ഞ് നന്ദു സിദ്ധുവിൻ്റെ അരികിലെത്തി. പോവാനോ? നിനക്കെന്താ വയ്യേ? സിദ്ധു കരുതലോടെ അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. പനിയൊന്നുമില്ലല്ലോ, പിന്നെന്താ? എനിക്ക് പറ്റുന്നില്ല, അത്ര തന്നെ. നീ അളിയനോട് പറഞ്ഞോ? അവൻ ചോദിച്ചു. ഞാനിങ്ങ് പറഞ്ഞില്ല. അല്ലേലും അങ്ങേർക്ക് എൻ്റെ കാര്യം അന്വേഷിക്കാൻ എവിടെന്നാ നേരം? മറ്റ് പെണ്ണുങ്ങളിലാണല്ലോ ഏത് നേരവും കണ്ണ്. നന്ദു മനസ്സിൽ എന്തൊക്കെയോ വെച്ചുകൊണ്ട് പറഞ്ഞു. നന്ദു, നീ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എൻ്റെ ബോധത്തിന് ഒരു കുറവില്ല. ബോധമില്ലാത്തതേ ഏട്ടനാ. ഭാര്യയെ സൂക്ഷിച്ചോ, രാത്രി ചിലപ്പോൾ വേലി ചാടിപ്പോവില്ലെന്ന് ആര് കണ്ടു? നന്ദുവിൻ്റെ സ്വരത്തിൽ നേരത്തൊരു പരിഹാസച്ചുവ കലർന്നിരുന്നു. ഡി സിദ്ധു നന്ദുവിന് നേരെ കയ്യോങ്ങിയെങ്കിലും ഒടുവിൽ അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു. ഏട്ടനെന്നെ എത്ര വേണേലും അടിച്ചോ, പക്ഷേ ഞാൻ പറയാനുള്ളത് പറയും. ഏട്ടൻ്റെ ഭാര്യ പല്ലവി, അവളും എന്നെ കെട്ടിയോണെന്ന് പറയുന്ന അയാളും തമ്മിലേ വഴിവിട്ട ബന്ധമുണ്ട്. ഞാൻ നേരിൽ കണ്ടതാ. രണ്ടുപേരും നമ്മൾ പറ്റിക്കുക. ഇത്തവണ സിദ്ധുവിൻ്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഓം അങ്ങോട്ട് വരുന്നത്. നന്ദുവിനെ സിദ്ധു അടിക്കുന്നത് മാത്രമേ അവൻ കണ്ടുള്ളൂ. കാര്യം എന്താണെന്ന് അവൻ അറിയില്ലായിരുന്നു. സിദ്ധു, നീ എന്തിനാ ഇവളെ അടിച്ചത്? ഇവൾ നിനക്ക് പെങ്ങളായിരിക്കാം, പക്ഷേ ഇപ്പം ഇവളെൻ്റെ ഭാര്യയാണ്. ഭാര്യ? ഇവൾക്ക് അടിക്കൊള്ളാത്തതിൻ്റെ കുറവാണെന്ന് അളിയൻ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇവളെ കെട്ടുന്നതിന് മുൻപ് വല്ല വീരവാദം പറഞ്ഞിരുന്നല്ലോ. പവിക്ക് വേണ്ടിയാണ് ഇവളെ കെട്ടുന്നതെന്നും പവിയെ വേദനിപ്പിച്ചാൽ അതിനുള്ള മറുപടി കൊടുക്കുന്നു. എന്നിട്ടെന്തേ? ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ പെങ്ങളേക്കാൾ വലുത് ഭാര്യ അല്ലേ? അതുപോലെ തന്നെയായിരിക്കും എൻ്റെ ഭാര്യ എനിക്കും വലുതാ. അവളെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാലേ ഞാൻ കേട്ട് നിൽക്കില്ല. അതിപ്പോൾ സ്വന്തം ചോരായ പോലും. സിദ്ധുവിനെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. സിദ്ധു പറഞ്ഞ വാക്കുകൾ കേട്ട് നിന്ന നന്ദു അവൻ്റെ ഒരു പ്രയോഗം കേട്ട് തറഞ്ഞു പോയിരുന്നു. ഇപ്പോൾ പെങ്ങളേക്കാൾ വലുത് ഭാര്യയാണല്ലേ എന്ന്. അത് മുഴുവനായിട്ടും അവൾക്ക് മനസ്സിലായതുമില്ല. ഇവളെന്താ പവിയെക്കുറിച്ച് പറഞ്ഞത്? സിദ്ധുവിനോടായിരുന്നു ഓമിൻ്റെ ആ ചോദ്യം. അവളോട് തന്നെ ചോദിക്ക്. നീ എന്താ ഇവനോട് പറഞ്ഞത്? വലിഞ്ഞു മുറുകിയ മുഖവുമായി ഓം നന്ദുവിന് നേരെ തിരിഞ്ഞു. അത് പിന്നെ നന്ദുവിന് വാക്കുകൾ കിട്ടിയില്ല പറയാൻ. അവളുടെ കൈത്തണ്ടയിൽ ഓമിൻ്റെ കൈ മുറുകി. ഞാൻ പറയുന്നതാ ഇപ്പം കുറ്റം. നിങ്ങൾ കാണിച്ചതൊന്നും കുറ്റമല്ല. ഞാൻ എന്ത് കാണിച്ചു എന്നാ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവൾക്ക് ടെഡ്ഡി ബിയർ വാങ്ങിച്ചു കൊടുക്കുന്നു, അവൾക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കാണുന്നു, അവൾക്കിഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്യുന്നു, അവൾ വീഴുമ്പോൾ പിടിക്കുന്നു. എപ്പോൾ നോക്കിയാലും അവളിലൊരു കണ്ണ്. അതിനൊക്കെ എന്താ അർത്ഥം? ഞാൻ വെറും പൊട്ടിയൊന്നുമല്ല. ഈ പറഞ്ഞതൊക്കെയും സിദ്ധു നിനക്ക് വേണ്ടിയും ചെയ്തല്ലോ. ഓം ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. ഈ യാത്രയിൽ നിനക്കായിരുന്നല്ലോ അവൻ മുൻഗണന തന്നത്. സിദ്ധുവേട്ടൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയാണോ നിങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്യുന്നത്? അതെ. ഓമിന് മറുപടി പറയാൻ ചിന്തിക്കേണ്ടി വന്നില്ല. നിങ്ങളെന്താ എന്നെ വീണ്ടും പൊട്ടിയാക്കാൻ നോക്കുക? ഇതെൻ്റെ സ്വന്തം ചേട്ടനാ. എന്നാ പവി എൻ്റെ സ്വന്തം അനിയത്തിയാ. നിനക്ക് സിദ്ധു എങ്ങനെയാണോ അതുപോലെ തന്നെ അവൾ എനിക്കും. ഞങ്ങളുടെ സിരകളിലൂടെ ഓടുന്നതേ ഒരേ രക്തമാ.
അല്ലെന്ന് സിദ്ധു പറയട്ടെ. സിദ്ധു ഏട്ടാ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? പവിയുടെ ഏട്ടനാണോ ഇത്? അതെ, ഈ പകല് പോലെ സത്യം. പക്ഷേ അവൾക്കറിയില്ല. അറിയാവുന്നത് ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം. പിന്നെ ഇവരുടെ അച്ഛനായ ഹരിദാസ് അങ്കിളിനും. പവിയുടെ അച്ഛൻ മരിച്ചുപോയില്ലേ? നന്ദു കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ചോദിച്ചു. ഇല്ല, പവിയുടെ അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം ജീവനോടെയുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ? നന്ദു വല്ലാത്ത അവസ്ഥയോടെ ചോദിച്ചതും സിദ്ധുവും തന്നോട് അന്നൊരിക്കൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും നന്ദു നിറകണ്ണുകളോടെ ഓമിനെ നോക്കി. അവൾ ഓമിനോട് സോറി പറഞ്ഞു. നീ എന്നോടല്ല സോറി പറയേണ്ടത്, പവിയോടാണ്. നീ എന്തൊക്കെയാ അവളോട് ചെയ്തു കൂട്ടിയത്? പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു, കൊല്ലാൻ വരെ ശ്രമിച്ചു. അതും പോരാന് സ്വന്തം ഏട്ടനെയും ഒരു പാവം പെണ്ണിനെയും ലൈബ്രറിയിൽ പൂട്ടിയിട്ട് അവരെ എല്ലാവരുടെ മുന്നിലും നാണം കെടുത്തി. നീ ചെയ്തതൊക്കെ ഒടുവിൽ ഇവൻ്റെ തലയിലുമായി. കുറ്റബോധത്തോടെ നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇനിയിപ്പോൾ നിന്ന് മോങ്ങിയിട്ട് എന്ത് കാര്യം? ഇനിയെങ്കിലും അവളോട് സ്നേഹത്തോടെ പെരുമാറാൻ നോക്ക്. എൻ്റെ പെങ്ങളായിട്ടല്ല, നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിട്ട് കണ്ട് സ്നേഹിച്ചാൽ മതി. ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ പവിയോട് മാപ്പ് ചോദിച്ചോളാം. നിങ്ങൾ പറഞ്ഞ എൻ്റെ തെറ്റുകൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ലൈബ്രറിയിൽ ഇവരെ പൂട്ടിയിട്ടത് ഞാനല്ല. നീ അല്ലെന്നോ? പിന്നെ എങ്ങനെയാ ആ കറുത്ത കോട്ട് നിൻ്റെ മുറിയിൽ വന്നു? നീയല്ലേ അതും ധരിച്ചു വന്ന് അവൾ ആക്രമിച്ചതും മുറി പുറത്ത് നിന്ന് പൂട്ടിയതും? സിദ്ധുവാണത് ചോദിച്ചത്. അല്ല, അത് ഞാനല്ലെന്ന് പറഞ്ഞത് സത്യം തന്നെയാ. അന്ന് ആ കോട്ടും ധരിച്ചു അർജുൻ മുറിയിൽ നിന്ന് പുറത്തു വരുന്നത് ഞാൻ കണ്ടതാ. എൻ്റെ പൊട്ട ബുദ്ധിക്ക് പവിയെ ഒതുക്കാൻ വേണ്ടി ഞാൻ അർജുൻ്റെ സഹായം തേടിയിരുന്നു. പവിയെ ചെറുതായി പേടിപ്പിച്ച് വരികയാണെന്നും ഈ കോട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൻ ആ കോട്ട് എന്നെ ഏൽപ്പിച്ചു. എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. അന്ന് നിങ്ങൾ അവൻ ആ മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് രാത്രി ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് ഇവരെ മുറിയിൽ പൂട്ടിയത് അവനാണെന്ന്. സിദ്ധുവേട്ടൻ ആ കോട്ട് കണ്ട ആകെ പ്രശ്നമാവുന്നും അതെവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാനും അവൻ എന്നോട് പറഞ്ഞു. അന്ന് എനിക്ക് അർജുനോട് ഒരുപാട് ദേഷ്യം തോന്നി. എൻ്റെ ഏട്ടനെ അതുപോലെ അപമാനിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. സോറി സിദ്ധുവേട്ടാ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. നന്ദു പറഞ്ഞതും സിദ്ധുവിൽ പുച്ഛം നിറഞ്ഞു. എന്തോ വീഴുന്ന ശബ്ദം കേട്ടിട്ടാണ് മൂവരും തിരിഞ്ഞു നോക്കുന്നത്. നിറ കണ്ണുകളോടെ മുറിക്ക് വെളിയിൽ പവിയുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ നിന്നും ജ്യൂസ് ഗ്ലാസ് വീണ് പൊട്ടിയതാണ്. മൂവരെയും കണ്ടതും അവൾ തൻ്റെ കരച്ചിൽ അടക്കി പിടിച്ചു തിരിഞ്ഞോടി. പവിയെല്ലാം കേട്ട് കാണുമെന്ന തിരിച്ചറിവിൽ സിദ്ധുവും ഓമും അവളുടെ പിന്നാലെ ഓടി. പവി നേരെ ചെന്നത് അവരുടെ മുറിയിലേക്കാണ്. അവൾ വാതിലടച്ച് കുറ്റിയിട്ട് തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി കരഞ്ഞു. സിദ്ധു ഓമും അങ്ങോട്ടെത്തുമ്പോഴേക്കും മുറിയുടെ ഡോർ അടഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഡോർ ലോക്കാണെന്ന് കണ്ടതും സിദ്ധു ഡോറിൽ തട്ടിക്കൊണ്ടിരുന്നു. പവി തുറന്നതേയില്ല. അവസാനം പവി ഡോറിൻ്റെ ലോക്കെടുത്തു തിരികെ ബെഡിൽ വന്നിരുന്നു. സിദ്ധു മുറി തുറന്നു. പവി കാൽമുട്ടിൽ മുഖം പൂഴ്ത്തി ഒരേ ഇരിപ്പായിരുന്നു. അവളുടെ ഇരിപ്പ് കണ്ടതും ഓമിൻ്റെ സങ്കടം ഇരട്ടിച്ചു. എന്നോട് അവൾക്ക് ദേഷ്യമായിരിക്കും, നീ പോയി സംസാരിക്ക് എന്നും പറഞ്ഞ് അവൻ സിദ്ധുവിനെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. വേദനയോടെ തൻ്റെ മുറിയിലേക്ക് നടന്നു.